Hi, hello, welcome Arsenal fans, football fans, City fans, welcome to this video. ഇന്ന് നമ്മൾ ആർസണൽ വേഴ്സസ് മാൻ സിറ്റി മാച്ചിന്റെ ഒരു പ്രീ മാച്ച് ഡിസ്കഷൻ വിത്ത് സിറ്റി ഫാൻസ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്ന 3 സിറ്റി ഫാൻസ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത് ആസ് വെൽ ആസ് നമ്മുടെ കൂടെ ദീപക് ബ്രോ ആൻഡ് സഞ്ജയ് ബ്രോ ജോയിൻ ചെയ്യുന്നുണ്ട്. വെൽക്കം ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. എല്ലാവരും പറയാം. യെസ്, ഓക്കെ. ഹായ് ഗൈസ്. സിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന 3 പേരാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണോ ഫുട്ബോൾ പിവറ്റ് അല്ലാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം അല്ലെ മറ്റൊരു ക്ലബിൽ നിന്ന് ഫാൻസിനെ ഫുട്ബോൾ പിവറ്റ് ബാഴ്സ ഫാൻ ആയിരുന്നല്ലോ ബേസിക്കലി. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് പ്രീമിയർ ലീഗ് റൈവൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലായിട്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദ വീഡിയോ ഗൈസ്. വിപിൻ, അഭിരാം, നാരായണൻ ബ്രോ 3 പേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പം മാൻ സിറ്റി വേഴ്സസ് ആർസണൽ അറ്റ് ദി എത്തിഹാദ് ദ ബിഗ് ഫിക്സ്ചർ ആണ്. ഭയങ്കര പെട്ടെന്നായിരുന്നു ഇപ്രാവശ്യം, ഇത്തിരി നേരത്തെ ആയിരുന്നു ഫിക്സ്ചർ വന്നത്. ആർസണൽ സിറ്റുവേഷൻ നമുക്ക് അറിയാം, കുറച്ച് ഇഞ്ചറീസും കാര്യങ്ങളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നു, കാര്യങ്ങൾ നടക്കുകയാണ്. അതേസമയം ഇന്നലെ അറ്റ്ലാന്റ ആയിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു, സിറ്റിക്ക് മിനിഞ്ഞാന്ന് ഇന്റർ മിലാനുമായിട്ടുള്ള മാച്ച് ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പം എനിവേ നമുക്ക് ഇനീഷ്യലി തന്നെ സിറ്റിയിൽ തന്നെ തുടങ്ങാം. ഇന്ന് ഞാൻ ആരാണെന്ന് എനിക്ക് ആരാണ് ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുന്നത് എനിക്കറിയില്ല. ബട്ട് അഭിരാം ബ്രോ, വിപിൻ ബ്രോ, നിങ്ങൾ ആർക്കെങ്കിലും മ്യൂട്ടാണ്. വീഡിയോ ഓഫ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് പിടി കിട്ടുന്നില്ല. കുഴപ്പമില്ല, വിപിൻ സ്റ്റാർട്ട് ചെയ്യാൻ വിപിൻ ബ്രോ സ്റ്റാർട്ട് ചെയ്യും. മാൻ സിറ്റിയുടെ സൈഡിൽ നിന്നുള്ള എന്താണ് ബ്രോ തോന്നുന്നത് ഇപ്രാവശ്യം? ഇപ്രാവശ്യം എല്ലാ വർഷത്തെ പോലെ തന്നെയാണ്, പക്ഷെ ഇത്തവണ കുറച്ചും കൂടി ആർസണൽ സ്ട്രോങ് ആയെന്ന് തോന്നിയിട്ടുണ്ട്. സോ മാച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ വർഷത്തെക്കാളും ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരു ഭയങ്കര ടഫ് ഫിക്സ്ചർ ആയിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കേജി ആയിട്ടുള്ള ഗെയിം ആയിരിക്കും. പിച്ചിനകത്ത് എങ്ങനെ ഈ ഗോൾസ് വിൻ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം തോന്നുന്നു. ഫിസിക്കലായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഒരു ഫാക്ടറാണ്. ആൻഡ് ഹൗ ആർസണൽ പ്ലേസ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ആർസണൽ ജയിക്കാൻ വേണ്ടി കളിക്കുമോ ഡ്രോ പിടിക്കാൻ വേണ്ടി കളിക്കുമോ എന്നുള്ളതാണ്. ഞങ്ങളെപ്പോഴും ഒരു ലെവലിലേ കളിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ ആർസണലിന്റെ കാര്യം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ആർട്ടേറ്റ എപ്പോഴും അത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ ഒരു കുറച്ച് നാളായിട്ട് പുള്ളി ഒരു ഡിഫെൻസീവ് അപ്രോച്ച് തന്നെയാണ്, എസ്പെഷ്യലി ഓഡെഗാർഡ് ഇല്ലാത്ത സമയത്തും. അപ്പോ വോണ്ട് ബി ഈസി, ബട്ട് നോക്കാം. അപ്പം ഇപ്പൊ ചെറിയൊരു അപ്ഡേറ്റ് കേട്ടു, അതായത് കെവിൻ ഡി ബ്രൂയ്ന മൈറ്റ് മിസ് ദ മാജിക് ആർസണൽ. പുള്ളിയുടെ കാര്യം ഉണ്ടാവില്ലോ എന്ന് അറിയത്തില്ല, ഇല്ലാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ പെപ്പ് ഉണ്ടാവുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഇവനെ പറഞ്ഞു പുള്ളി ഇങ്ങനെ പറയും. ആദ്യം വിചാരിച്ചു എന്തായാലും ഡി ബ്രൂയ്ന ഉണ്ടാവും, കാരണം ഞങ്ങൾ ആ ഒരു അതിലെ കാരണം എപ്പോഴും പെപ്പിനുള്ളൊരു ടാക്ടിക്സ് ആണിത്. നമ്മളായിട്ട് വരുമ്പോ എപ്പോഴും പുള്ളി മെയിനായിട്ട് ഒഴിവാക്കും, പക്ഷെ ലാസ്റ്റ് മാച്ച് സ്ക്വാഡിൽ ഡി ബ്രൂയ്ന ഇങ്ങനെയൊക്കെ. അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഫോർഡിനൻ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ. പക്ഷെ ചിലപ്പോ കെടിപ്പ് വരാം. പക്ഷെ എന്നാലും വലിയ റിസ്ക് ആണ്, കാര്യം പുള്ളിക്ക് ഇഞ്ചുറിയുടെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ചിലപ്പോഴേ സാധ്യതയുള്ളൂ. യു നെവർ നോ അബൌട്ട് എനി. പെപ്പിന്റെ കാര്യം മൊത്തം അങ്ങനെയാണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ മാൻ സിറ്റി ഫാൻസിന്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്, സ്ക്വാഡൊന്നും ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരിക്കും പുള്ളി ഇറക്കുക. ഒരു പരിധി വരെ നമുക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ചില സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, എങ്ങനെയാണെങ്കിൽ ലൈനപ്സ് ഒക്കെ വരാം. എനിവേ, മൂവിങ് ടു സഞ്ജയ് ബ്രോ. സഞ്ജയ് ബ്രോ കേൾക്കാം? ഹലോ, ഓക്കെ ബ്രോ. ബിഗ് പിക്ചർ ആണ്, സിറ്റി അഗൈൻസ്റ്റ് സിറ്റി. എന്താണ് ബ്രോ ഒപ്പീനിയൻ ഈ വീക്കെൻഡ്? സോ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു കോമ്പറ്റീറ്റീവ് ആയുള്ള ഒരു മാച്ചാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഈ പ്രാവശ്യം ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമുക്ക് നമ്മളുടെ 1-2 സ്ട്രോങ് പ്ലേയേഴ്സ് അവൈലബിൾ അല്ല.
അതേപോലെ തന്നെ സിറ്റിയുടെയും ചിലപ്പോൾ ഡെബ്രോയിന അവൈലബിൾ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് നെവർദലെസ് ഈ 3 പ്ലേയേഴ്സ് കളിച്ചില്ലെങ്കിലും ബോത്ത് ദ ടീംസ് ഹാവ് എ വെരി ഗുഡ് സ്ക്വാഡ് ആണ്. സോ ഐ എം എക്സ്പെക്ടിങ് എ വെരി കോമ്പറ്റേറ്റീവ് മാച്ച്. ബട്ട് എങ്ങനെയാണ് എന്ത് തരം കളിയായിരിക്കും നടക്കാൻ പോകുന്നതിൽ പല പല ഡൗട്ട്സ് എനിക്കുണ്ട്. എന്തായാലും മാൻ സിറ്റിയുടെ കാര്യത്തിൽ നോ ഡൗട്ട് ദേ വിൽ ബി പ്ലേയിങ് ആസ് യൂഷ്വൽ. അവരെങ്ങനെയാണ് ഇത്രയും ഗെയിംസ് കളിച്ചുകൊണ്ടിരുന്ന നോർമൽ പ്ലേ അറ്റ് ഹോം ആണ്. സോ ഐ നോട്ട് എക്സ്പെക്ടിങ് എനി ചേഞ്ച് ഇൻ ടാക്ടിക്സ് ഫ്രം പെപ് ഗോർഡിയോള. പക്ഷെ ആർസണലിന്റെ കാര്യം പറയുമ്പോൾ സോ നമ്മൾ ലാസ്റ്റ് 2 ഫിക്സ്റ്റേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടിയും ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു കളിയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി വിത്തൗട്ട് ഒഡെഗാർഡ്സ് പ്രസൻസ് ഇൻ ദ മിഡ്ഫീൽഡ്. സോ ഇപ്പോൾ ആ ഒരു സിമിലർ അപ്രോച്ച് ആയിരിക്കുമോ ആർട്ടേറ്റ എടുക്കാൻ പോകുന്നതിൽ എനിക്ക് കുറച്ച് ക്ലാരിറ്റിയുടെ കുറവുണ്ട്. ബട്ട് യു നെവർ നോ. പക്ഷെ ഏകദേശം ഒരു 90% ഐ എം പ്രിറ്റി കോൺഫിഡന്റ്. മിക്കവാറും ആ ഒരു ഡീപ്പ് ഡിഫെൻസീവ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ആർസണൽ നോക്കുന്നത്. സോ ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് കൈൻഡ് ഓഫ് എ ടീം ടു സ്റ്റാർട്ട് ഓൺ സൺഡേ. But nevertheless, it's going to be very competitive, and it's very pretty soon to call it as a title decider. But yeah, for sure, ഈ 2 ടീമിൽ നിന്ന് ഏതെങ്കിലും ഒരു ടീം ആയിരിക്കും ടൈറ്റിൽ ജയിക്കാൻ പോകുന്നത്. അതിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Yeah, so it's going to be competitive for sure. Both the teams will try to give their more than 100%. ആർക്കും തോക്കാൻ താല്പര്യം ഉണ്ടാവില്ല. സിറ്റി ബീങ് അറ്റ് ഹോം അവർക്ക് എന്തായാലും തോക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ആൻഡ് ആർസണൽ എന്തായാലും നമ്മളും തോക്കാൻ വേണ്ടി കളിക്കില്ല. വിൽ ബി ലുക്കിംഗ് ഫോർ എ വിൻ. ബട്ട് റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഐ വിൽ ബി മോർ ദൻ ഹാപ്പി വിത്ത് എ ഡ്രോ. എസ്പെഷ്യലി നമ്മൾ നോർത്ത് ലണ്ടൻ ഡാർബി ജയിച്ചുകൊണ്ട് വി ഹാവ് സ്പേസ് ടു നോട്ട് നെസസറി ടു വിൻ ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ടു ലൂസ്. സോ ഐ വോണ്ട് ബി ടു സാഡ് ഇഫ് വി ഡോണ്ട് വിൻ, ബട്ട് ഐ വിൽ ബി വെരി ഹാപ്പി ഇഫ് വി ഗെറ്റ് എ ഡ്രോ അറ്റ് ലീസ്റ്റ്. ആണ്. സോ കാരണം വെരി ഏർലി ആണ് ഓൾ ടീം, എസ്പെഷ്യലി സിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ റോഡ്രി ആൻഡ് ഫോർഡൻ. സോ ഐ ഗെസ് റോഡ്രി എനിക്ക് തോന്നുന്നു ആകെ 1 പ്രീമിയർ ലീഗ് മാച്ചാണ് ഇതുവരെ കളിച്ചിട്ടുള്ളൂ. സോ ഹി ഈസ് ഓൾസോ ജസ്റ്റ് കമ്മിങ് ബാക്ക് ടു മാച്ച് ഫിറ്റ്നസ്. ഫോർഡൻ ഓൾസോ ഈസ് ലുക്കിംഗ് എ ബിറ്റ് റസ്റ്റി. പക്ഷെ എനിക്ക് തോന്നുന്നു അഗെയിൻസ്റ്റ് ഇന്റർ മിലാൻ ഹി പ്ലേഡ് ഇൻ ദ സെക്കൻഡ് ഹാഫ് only because of De Bruyne's injury. So in that perspective, it's a very good time to face City. Our 2 main players are not. It's a very good time to face City, but yeah, realistically speaking, we should be looking at a draw at least. അതാണ് നമ്മൾ നോക്കേണ്ടത്. Yeah, but very excited for the match on Sunday. Right. എല്ലാവരും ബിഗ് മാച്ച് ആണ്. അപ്പം അറിയാം ഇതിന്റെ ഒരു ഗ്രാവിറ്റി എത്ര നമുക്ക് അറിയാം. അത് ബ്രോ പറഞ്ഞ ശരിയാണ്. ഇത് ഏർലി സ്റ്റേജ് നമുക്കൊന്നും ഇപ്പോഴേ ഒരു ടൈറ്റിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ബട്ട് നെവർദലെസ് എപ്പോഴും ടൈറ്റിൽ റൈവൽസിനെതിരെ ഒരു ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. എസ്പെഷ്യലി സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ സിറ്റിക്ക് ഏകദേശം 5 പോയിന്റിന്റെ വ്യത്യാസത്തിൽ ഫ്രണ്ട് നിൽക്കാൻ പറ്റും. നമ്മൾ ജയിച്ചാൽ അപ്പോഴും ഒരു സിംഗിൾ പോയിന്റ് ഡിഫറൻസ് ആയിരിക്കും, വിച്ച് ഇസ് ക്വൈറ്റ് നോട്ട് ദാറ്റ് ബാഡ് ഫോർ സിറ്റിയെ സംബന്ധിച്ചു. സോ ഇവിടെ സിറ്റിക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നത് ഒരു വിൻ ആണ് ഡെഫിനറ്റ്ലി. സോ ദേ വിൽ ഗോ ഫോർ എ വിൻ. അവര് ഡ്രോയിന് വേണ്ടി എന്തായാലും കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ബട്ട് വി വിൽ പ്ലേ ഫോർ, നമ്മളും ജയിക്കാൻ വേണ്ടി തന്നെ കളിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നമ്മുടെ ഒരു ഫോക്കസ് പോകുന്നത് ആ ഡിഫെൻസീവ് സ്ട്രക്ചർ കീപ്പ് ചെയ്ത് അവരെ മാക്സിമം വൈഡ് ആയിട്ട് കളിപ്പിക്കാൻ അവര് നോക്കുന്നുണ്ട്. അപ്പോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് പാൻസ് ഔട്ട് സൺഡേ. അഭിരാം ബ്രോനോട് ബ്രോയുടെ ചാമ്പ്യൻസ് ലീഗ് മാച്ച് കണ്ടായിരുന്നു. അപ്പം ഇന്റർ മിലാനായിട്ട് ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായിരുന്നു. ബ്രോയുടെ എന്തായിരുന്നു കണ്ടിട്ട് ഡ്രോ ആയിരുന്നു അറ്റ് എറ്റിഹാഡ്. അപ്പൊ ആ ഒരു സെയിം ഒരു ബ്ലൂ പ്രിന്റ് കൊണ്ട് ആർട്ടറ്റ വരുമെന്ന് തോന്നുന്നു. എന്താണ് ബ്രോയുടെ അഭിപ്രായം? അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ സെയിം ബ്ലൂ പ്രിന്റ് കൊണ്ട് ആർട്ടറ്റ വരെ കൂടുതലായി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓഡിയോ ക്ലിയർ അല്ലേ? ഓഡിയോ ക്ലിയർ പറഞ്ഞു. ഇൻസാഗി വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് എത്തിഹാദിലേക്ക് വന്നത്. അങ്ങനെ ടാക്ടിക്സ് നന്നായി വർക്ക് ചെയ്തെടുത്ത് സെയിം വേയിൽ ആർട്ടയും പോകുന്നത് നല്ല ഡൗട്ടുണ്ട്. കാരണം എത്തിഹാദിൽ ഡ്രോ പിടിച്ചാൽ എമറേറ്റ്സിൽ മാച്ച് ഉണ്ടല്ലോ. സോ പിന്നെ എമറേറ്റ്സിൽ ജയിച്ചുകൊണ്ട് ടൈറ്റിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനായിരിക്കും ആർട്ടറ്റ കൂടുതൽ ട്രൈ ചെയ്യുക.
കാരണം ഇപ്പൊ ഒടകാടും കൂടെ ഇല്ലാത്തതിനെ കൊണ്ട് ലാസ്റ്റ് അറ്റ്ലാന്റ മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു എന്താണ് ആസനൽ കളിക്കുന്നത്, ആസനലിന് സ്ഥിരം നമ്മൾ കളിക്കുന്നത്, ആസനലിന് കാണുന്നത് വരുന്ന ഒരു ഫ്ലൂയിഡിറ്റി ആ ടീമിൽ ഇപ്പൊ അല്ല. ഈ ഒടകാടിന്റെ മിസ് നല്ലൊരു ബിഗ് മിസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു വോയിഡാണ് ആ മിഡ്ഫീൽഡിൽ ഒടകാട് സൃഷ്ടിച്ചിരിക്കുന്നത്. കൈയൊക്കെ നമ്പർ 10 നമുക്ക് കൈയൊന്നും നമ്പർ 10 ഒരിക്കലും അത്ര അങ്ങോട്ട് വർക്കാവുന്നതായിട്ട് തോന്നില്ല. പിന്നെ എന്താണ്, പിന്നെ ജീസസ് ആയ സ്ട്രൈക്കറായിട്ട് വരുന്നു, ജീസസ് ട്രൊസാഡ സ്ട്രൈക്കറായിട്ട് വരുന്നു. ഒന്നും അങ്ങോട്ട് ഒരു കംപ്ലീറ്റ്ലി ആസണന്റെ ഫുൾ സ്ട്രെങ്ത് ടീമിലേക്ക് എത്തുന്നില്ല ഒടകാടിലാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് അത്തയുടെ കുറച്ച് ഡിഫൻസീവായി ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. സിറ്റിയെ സംബന്ധിച്ച് ഈ മാച്ചിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആകാൻ പോകുന്നത് കെവിൻ ഡി ബ്രൂയ്നയുടെ ഇഞ്ചുറി ആയിരിക്കും. കാരണം കെവിൻ ഡി ബ്രൂയ്ന ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തത് അത്രയും നല്ലൊരു ഫോമിലാണ്. സിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ക്രിയേറ്റീവ് മിഷനായിട്ട് കെവിൻ ഡി ബ്രൂയ്നയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സിറ്റിയുടെ എന്താണ് ഇന്റർ മിലാന്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കണ്ടാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കെവിൻ ഡി ബ്രൂയ്ന അവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് വിങ്ങിൽ നിന്നൊക്കെ കൃത്യമായി കുറച്ചുകൂടി ക്രോസുകൾ സിറ്റിയുടെ ബോക്സിലേക്ക് വന്നിട്ടുണ്ട്. ഉടൻ വന്നപ്പോ എന്താണ് സഞ്ജീവ് പറഞ്ഞ പോലെ തന്നെ ഫുഡൻ ഈ ഇഞ്ചുറി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് റെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫുഡന്റെ കഴിഞ്ഞ PL ആണ് ഫുഡന്റെ ഏറ്റവും പ്രൈം സീസൺ. ആ പ്രൈം സീസണിൽ ഒരു ഫോമിലേക്ക്, ഒരു ഫുൾ സ്ട്രെച്ച് ഫോമിലേക്ക് ഫുഡൻ എത്തിക്കുമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ പെപ്പ് ഗുണ്ടോ ബെർണാഡോ മിഡ്ഫീൽഡിൽ ട്രൈ ചെയ്തത് ഫുഡനെ സ്റ്റാർട്ട് ചെയ്യാതെ ഗുണ്ടോ ബെർണാഡോ മിഡ്ഫീൽഡ് ട്രൈ ചെയ്തുകൂടാന്നില്ല. അങ്ങനെ ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഗുണ്ടോ ബെർണാഡോ ഫോഡനോ അതോ ഗുണ്ടോ റോഡ്രി ഗുണ്ടോ അങ്ങനെയാണോ? അത് ഭയങ്കര ഡൗട്ടാണ് സിറ്റിയുടെ മിഡ്ഫീൽഡ് പെപ്പ് എങ്ങനെ ചൂസ് ചെയ്യുന്നത്. 3 പ്ലേയേഴ്സ് ആണ് പ്രധാനമായിട്ട്, ഗുണ്ടോ ബെർണാഡോ ഫുഡൻ. ഇവരെവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ സവീനിയോ ഡോക്കു ജാക്ക് ഗ്രീലിഷ് ആണ് വിന്നേഴ്സ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോ ലൈനപ്പ് എങ്ങനെ വരുന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഗുണ്ടോ ബെർണാഡോ ഫുഡൻ, പിന്നെ സവീനിയോ റൈറ്റ് വിങ്ങിലും ജാക്ക് ഗ്രീലിഷ് ലെഫ്റ്റ് വിങ്ങിലും. ഇതാണ് ഞാൻ കാണുന്ന ഏറ്റവും പോസിബിൾ ആയ ഒരു ലൈനപ്പ്. ഫുഡൻ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഗുണ്ടോ ബെർണാഡോ, അതിൽ ആരാന്നുള്ളത് പെപ്പ് തന്നെ ചൂസ് ചെയ്യണം. അതൊന്നും പറയാനാവില്ല. പെപ്പ് എങ്ങനെ ആ സമയത്ത് ചിന്തിക്കുന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം രണ്ടാണ് ക്വാളിറ്റി നമുക്കറിയാലോ. ഗുണ്ടോഗൻ ആയാലും ബെർണാഡോ ആയാലും എന്താണ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് രണ്ടാളും. ആരെ ചൂസ് ചെയ്യുന്നുള്ളത് പെപ്പ് ഗാർഡിയോള ഡിസൈഡ് ചെയ്യുന്നത് ഉണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സൺഡേ മാച്ച്. നാരായണൻ ബ്രോയിലോട്ട് വരാം. ബ്രോ, നിങ്ങളുടെ റിസൾട്ടിൽ ഹാപ്പി ആയിരുന്നു ഇന്റർ മിലാൻ ആയിട്ടുള്ള ഹോം മാച്ച് ചാമ്പ്യൻസ് ലീഗിന്റെ? ഹായ് എവരിവൺ. ഞാന് കളി കണ്ടിരുന്നു. കളി കണ്ടപ്പോ ആദ്യം തന്നെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ലോപ്പി ആയിട്ടാണ് കളി തോന്നിയത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ലൈക്ക് എന്താണ് ഇങ്ങനെ കളിക്കുന്നത്? ഒരുപക്ഷെ ഇൻസാഗിയുടെ ടാറ്റിക്സ് ഇൻസാഗി നന്നായിട്ട് നടപ്പിലാക്കിയിരുന്നു. അതിനെ ഓവർകം ചെയ്യാനുള്ള യാതൊരു ട്രൈ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ലൈക്ക് ഡിബ്രൂയിൻ കുറച്ചു നേരം ഇൻവോൾവ് ആയിട്ട് കളിച്ചു, പക്ഷെ ഡിബ്രൂയിന് ക്രാമ്പ് വന്നിട്ട് ഡിബ്രൂയിൻ കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതോടുകൂടെ ആ ഒരു അറ്റാക്കിംഗ് ബോക്സിലേക്ക് പോകുന്ന ഒരു ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു ടീമിന്റെ. പിന്നെ അതെനിക്ക് തോന്നിയത് എന്താ കാര്യം, പിന്നെ എനിക്ക് ചിന്തിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ ഇതിൽ എനിക്ക് ടീമിനെ കുറിച്ച് തോന്നിയത് അങ്ങനെ കളിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതാണ് എന്റെ ഫസ്റ്റ് കാര്യം. കാരണം ആദ്യത്തെ ഒരു ഒറ്റ കളിയാണ് UCL ആദ്യത്തെ കളി ഇന്റർ മിലാനായിട്ടാണ്. ഇന്റർ മിലാനായിട്ട് ഫിക്സ്ചർ വന്നപ്പോഴേ അറിയായിരുന്നു സ്വാഭാവികമായിട്ട് ഇറ്റാലിയൻ ടീമുകൾ എങ്ങനെയാണ് പ്രീമിയർ ലീഗ് ടീംസിനെതിരെ കളിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ പ്രത്യേകിച്ച് സിറ്റിയെ പോലെ ഞങ്ങളെ പോലെ എന്താ പറയാ, ലൈക്ക് സിറ്റിനെ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന മിഡ് ബ്ലോക്ക് ചെയ്തിട്ട് കളിക്കുന്ന ആ ഒരു ടാറ്റിക്സ് ആണ് ഏറ്റവും ആദ്യം തൊട്ടേ ഇൻസാഗി നടപ്പിലാക്കിയത്. പക്ഷെ അങ്ങനെ ഒരു ടാറ്റിക്സ് നടപ്പിലാക്കിയതിന് യാതൊരു ശ്രമവും സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ടപ്പോ പിന്നെ എനിക്ക് പെപ്പിന്റെ ഒരു ആറ്റിറ്റ്യൂഡും കൂടെ സൈഡ് ലൈനിൽ കണ്ടപ്പോൾ പുള്ളി ഇത്രയൊക്കെ ടീമിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് പുള്ളിക്ക് ഇനിയും കുറെ കളികൾ കളിക്കാനുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ടിങ് ആദ്യത്തെ ഒരൊറ്റ കളിയാണ്. ഈ കളി തന്നെ വല്ലാതൊരു ഇന്റൻസിറ്റിയോട് കളിച്ച് ഏതെങ്കിലും ഒരു പ്ലെയർക്ക് ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇതുപോലെ ക്രാമ്പോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാവില്ല ഉണ്ടാവുക. ലൈക്ക് പിന്നെ മാച്ചസ് ഒരുപാടുണ്ട്. അപ്പം പ്ലേയേഴ്സ് ആണെങ്കിൽ കൂടെ സേഫ് ആയിട്ട് കളിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത് പല മൊമെന്റ്സിലും ഞാൻ നോട്ട് ചെയ്യാൻ 2-3 കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അറ്റാക്കിംഗ് ബോൾസും ടീമായിട്ട് തന്നെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഇന്റൻസിറ്റി ഇല്ല. ബോള് ബോക്സിലേക്ക് എത്തി ഒരു ത്രെറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചുകൂടി ഒരു ടാക്കിൾ മേടിക്കാനോ ഒന്നും ഒരു എന്താ പറയാ ഒരു അറ്റാക്കിംഗ് ഇന്റൻസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ടീമിന്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഏറ്റവും അധികം ഇൻവോൾവ് ആയിട്ടുള്ള ഡിബ്രൂയിൻ ഇഞ്ചുറി കൂടെ വന്നപ്പം ബാക്കിയുള്ള പ്ലേയേഴ്സിനും കൂടെ ലൈക്ക് ഒന്നുകൂടെ വെപ്പ് സെറ്റായിട്ട് കളിപ്പിക്കാൻ തന്നെ നോക്കിയിട്ടുള്ളൂ. ഒരു പക്ഷേ എനിക്ക് തോന്നിയിരുന്നത് ഒരു ഗോൾ അടിച്ച് സെറ്റ് ബാക്ക് ചെയ്യുക അല്ലെങ്കിൽ 2 ഗോൾ അടിച്ച് സെറ്റ് ബാക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ രീതി ആദ്യമേ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട്
ആയിട്ട് മാറിയത്. പക്ഷെ ഇന്റർ കളിച്ച അതേ ഇതിലൂടെ നമ്മൾ കളിച്ചത്. ഇന്ററിന് അത് എവേ ഗ്രൗണ്ട് ആയിരുന്നു, നമുക്കത് ഹോം ആയിരുന്നു. അതാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി ഞാൻ ഹാപ്പി അല്ലായിരുന്നു, കാരണം ഒരു കളിയിലും അങ്ങനെ കാണരുത്. ലൈക്ക് പ്രത്യേകിച്ച് UCL ഫോർമാറ്റില്. കാരണം ആദ്യത്തെ ഒരു ടോപ്പ് 8 ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് കളിക്കുന്ന ടോപ്പ് ടീംസിന്റെ 10-12 ടോപ്പ് ടീംസ് ഉണ്ട്. ഇവരെല്ലാം ടോപ്പ് 8ന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ഈ UCL ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പോയിന്റിന് വരെ നമ്മൾ വില കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഗോൾ ഡിഫറൻസ് നല്ലോണം നോക്കുന്നതാണ് UCL ഈ ഫോർമാറ്റില്. അതിപ്പം ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചാണെങ്കിൽ ബയൺ മ്യൂണിക്ക് ഓൾറെഡി അവരുടെ GD ഒരു ചെറിയ ടീമിനെതിരെ അടിച്ചിട്ട് അവർ എന്തായാലും കൈവരിച്ച് കഴിക്കും. 7 ഗോളിന്റെ GD ആയി അവർക്ക് ഓൾറെഡി. അങ്ങനെ എല്ലാ ടീമുകളും ആ ഒരു ഇന്റൻസിറ്റിയോടെ കളിക്കുന്നത്. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു കാര്യത്തിൽ നോക്കുമ്പം എന്താ പറയാ, ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല പെർഫോമൻസിൽ. പക്ഷെ വേറൊരു രീതിയിൽ നോക്കുമ്പോൾ പ്ലേയേഴ്സ് കുറച്ചും കൂടെ സെറ്റ് ബാക്ക് ചെയ്ത് വലിയ ഇഞ്ചുറികൾ മേടിക്കാതെ കളിക്കുമല്ലേ, അല്ലെങ്കിൽ അടുത്ത ദിവസം ആഴ്സണലായിട്ടുള്ള കളിയുണ്ട് എന്നുള്ളൊരു ധാരണ വെച്ച് കളിക്കുന്നത് ആ ഒരു മെന്റാലിറ്റിയിലാണെങ്കിൽ ഞാൻ ഐ ആം ആക്സെപ്റ്റിംഗ്. അല്ലാതെ അതിനോട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കളിയിൽ. അതാണ് എന്റെ ഒരു പോയിന്റ് കളിയെ കുറിച്ച് എനിക്ക് തോന്നിയത് ബേസിക്കലി. ഞാൻ ദീപക് ബ്രോ ഈ ഒരു പോയിന്റ് തന്നെയായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം ഈ അറ്റ്ലാന്റയുടെ കൂടെ ഉള്ള മാച്ച് ഇന്നലെ കണ്ടായിരുന്നു. ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള മാച്ചായിരുന്നു. നമുക്ക് ഇതേപോലെ നാരായൺ ബ്രോ പറഞ്ഞ പോലെ നമുക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ജയിക്കാൻ ഓരോ പോയിന്റും വാല്യൂബിൾ ആണ്. പക്ഷെ എന്നാൽ നമുക്ക് ഇനി 7 മാച്ച് ഉണ്ട് എന്നുള്ളൊരു കുഷൻ ഉണ്ട് അവിടെ. എസ്പെഷ്യലി സിറ്റി ആയിട്ടുള്ള മാച്ച് അറ്റ് ദ വീക്കെൻഡ്, അത് നമ്മുടെ തലയിലുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റിസൾട്ടിൽ ബ്രോ ഹാപ്പിയാണോ? ബ്രോയുടെ ഒരു അഭിപ്രായത്തിൽ എന്തായിരുന്നു? മ്യൂട്ടാണ്. ഇന്നലത്തെ ഗെയിം വെച്ച് നമ്മൾ കളിച്ച രീതി വെച്ച് നോക്കുമ്പോൾ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് 1 point. ഐ വുഡ് സേ 1 point gain rather than 2 point lost. കാരണം നമ്മുടെ ഗെയിം സ്ട്രാറ്റജീസ് വെച്ച് നോക്കിയാണ്, നമ്മുടെ അറ്റാക്കിംഗ് സെൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും കൂടുതലൊരു ജയിക്കാൻ വേണ്ടി പൊസിഷൻ ബേസ്ഡ് അല്ല നമ്മൾ ഇന്നലെ കളിച്ചത്. ലൈക്ക് ഹൈ ബോൾസ് ഒക്കെ കൂടുതലിട്ട് കൗണ്ടർ നോക്കി ട്രൈ ചെയ്തു. പിന്നെ ഇറ്റാലിയൻ ക്ലബ്സിന് നമുക്കറിയാം മാൻ ടു മാൻ പ്രസ്സിംഗ് ആയിരിക്കും അവരുടെ, പിന്നെ ഭയങ്കര പ്രഷർ ബേസ്ഡ് ആയിരിക്കും. പിന്നെ അവർക്കെതിരെ നമുക്ക് ഈ പൊസിഷൻ വെച്ചിട്ട് കളിക്കാനും ഭയങ്കര പാടാണ്. സോ ടാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ വിൻ വിൻ സിറ്റുവേഷൻ ഗെറ്റിംഗ് 1 point. അവേ ഗെയിം ആയതുകൊണ്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് വാസ് ഓക്കേഷ്. നമുക്ക് ഓക്കെയാണ് ആ 1 point റാദർ ദാൻ 2 point കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതിനെക്കാട്ടും പോയിന്റ് ഗെയിൻ ചെയ്തു. അതെ, സോ ഇറ്റ് ഈസ് നോട്ട് എ ഡിഫീറ്റ് യെറ്റ്. പിന്നെ ക്ലീൻ ഷീറ്റും ആണ്. അത് കാരണം ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഓക്കെ. നമ്മൾ കൺസീഡും ചെയ്തിട്ടില്ലല്ലോ, സോ ദാറ്റ് ഈസ് ഫൈൻ. അത് കാരണം ഇറ്റ് ഈസ് ഫൈൻ. ബട്ട് മെയിൻ പ്രോബ്ലം എനിക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോം കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ഗെയിം സ്റ്റൈൽ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലാന്റയുടെ കൂടെ കളിച്ച ആ ഗെയിം വെച്ചിട്ട് നമ്മൾ സിറ്റിക്കെതിരെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ മേ ബി എ ഡിഫറെന്റ് പിക്ചർ ആയിരിക്കാം. സോ ബട്ട് നമുക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ, കൺസിഡറിങ് അതർ സീസൺസ്, ഈ സീസൺ സിറ്റി കൺസീഡ് ചെയ്യുന്നുണ്ട്, ഗോൾസ് കൺസീഡ് ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവ്ലി അതർ കഴിഞ്ഞ സീസൺ കഴിഞ്ഞാൽ. സ്റ്റാർട്ട് ഭയങ്കര ഷെയ്ക്കി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്ക് ലൈൻ കുറച്ച് വൾണറബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോട്ട് ഫോർ ദ എൻറ്റയർ ഗെയിം, മേ ബി സ്റ്റാർട്ടിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അവർക്ക് ഒരു വൾണറബിലിറ്റി ഞാൻ ബാക്ക് ലൈനിൽ കണ്ടായിരുന്നു ഇത്ര നടന്ന ഒരു 4 കളികളിൽ. സോ കമ്പയർഡ് ടു ദാറ്റ്, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിപ്പം ഒരു അറ്റാക്കിംഗ് ചാൻസ്, പൊസിഷൻ ഗെയിം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ലോ ബ്ലോക്ക് ആയിരിക്കും കൂടുതലും, ലോ ബ്ലോക്ക് ചെയ്ത് കൗണ്ടർ ആയിരിക്കും കൂടുതലും പ്രതീക്ഷിക്കുന്നത്. കാരണം ഒഡേഗാർഡ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം കൺസിഡറിങ് ദാറ്റ് സിറ്റുവേഷൻ നമുക്ക് കിട്ടണ ചാൻസ് യൂട്ടിലൈസ് ചെയ്താൽ വി ക്യാൻ ഷുവർലി ഗെറ്റ് എ വിൻ ഫ്രം ദെയർ. കൺസിഡറിങ് ദെയർ ഡിഫെൻസീവ് വീക്ക്നെസ്സും ഇതൊക്കെ നോക്കി കഴിയുമ്പം വി ക്യാൻ വിൻ. ബട്ട് അൾട്ടിമേറ്റ്ലി ഡ്രോ ഇസ് ഫൈൻ, വിൻ ഇസ് ഗ്രേറ്റ്, നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ലോസ്. അതാണ് എൻ്റെ ഒരു നാളത്തെ മറ്റന്നാൾ വരാൻ പോകുന്ന ഗെയിമിന്റെ ഒരു സിറ്റുവേഷൻ. എനിവേ നമുക്കിപ്പം കമ്പൈൻഡ് 11 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പതുക്കെ നമ്മുടെ ദീപക് ബ്രോ ഒരു ലൈനപ്പ് ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കമ്പൈൻഡ് 11, ആർസണൽ സിറ്റിയുടെ ഒരു കമ്പൈൻഡ് 11 നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് നോക്കാം. എനിവേ സ്റ്റാർട്ടിങ് വിത്ത് ഗോൾ കീപ്പർ, ഞാൻ നമ്മുടെ സിറ്റി ഫാൻസ് ആണ് നമ്മുടെ ഗസ്റ്റ്. അപ്പൊ നമുക്ക് അവരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അവരുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് എടുക്കാം.
സ്റ്റാർട്ടിംഗ് വിപിൻ ബ്രോ ഗോൾ കീപ്പർ ഡേവിഡ് റായ നല്ല നമ്മൾ പെർഫോമൻസ് ഒക്കെ കണ്ടു. ഡേവിഡ് റായുടെ ഒരു ഡബിൾ സേവ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് എഡേഴ്സൺ ആണ്. ആരായിരിക്കും ബ്രോയുടെ അഭിപ്രായത്തില് കമ്പൈൻഡ് 11 ചെയ്യുമ്പോൾ ഗോളി അടിച്ചാൽ? വിപിൻ ബ്രോ കേൾക്കാം? ഹലോ വിപിനെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കേട്ടാണോ? ഞാൻ ചോദിച്ചു കേട്ടാ, പറഞ്ഞു കേട്ടാ. അടുത്ത ആളുടെ അടുത്ത് വേണം പോടാ അരുണ. ഓക്കെ ബ്രോ. നാരായൺ ബ്രോ ഓക്കെ ബ്രോ പറഞ്ഞു. ഞാൻ ഗോൾ കീപ്പറുടെ പ്രഡിക്ഷൻ നടത്തുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ റയ. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ കഴിഞ്ഞ 2 കളി, കാരണം ആ കളിയാണ് ആഴ്സണൽ ഇന്നലെ ജയിക്കാൻ കാരണം, അല്ല ഡ്രോ ആവാനെങ്കിലും കാരണം. ഇല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു കളി 1-0 ആയി പോയത്. നമ്മളും അത് അഗ്രി ചെയ്യും. കാരണം ഡേവിഡ് റയ ഹാസ് ബീൻ വേറെ ലെവലാണ് ഈ സീസൺ. നിങ്ങളുടെ എല്ലാ ഗെയിമിലും പുള്ളി വേറെ ലെവൽ തന്നെയായിരുന്നു. കമ്മിങ് ടു ഡിഫൻസ്, സ്റ്റാർട്ടിങ് വിത്ത് റൈറ്റ് ബാക്കില് നമുക്ക് സഞ്ജയ് ബ്രോനോട് ചോദിക്കാം. സഞ്ജയ് ബ്രോ, റൈറ്റ് ബാക്കിൽ ആരായിരിക്കും കമ്പൈൻഡ് 11? അപ്പുറത്ത് വാക്കർ ഉണ്ട്, ഇവിടെ ബെൻ വൈറ്റ് ഉണ്ട്. ആരായിരിക്കും ബ്രോ ഈ സിറ്റുവേഷൻ? പ്യൂർലി ബേസിസ് ഓൺ ഈ സീസണിൽ ഫോം വെച്ച് മാത്രം നോക്കുവാണെങ്കിൽ ഐ വിൽ ആക്ച്വലി ഈ സീസണിന്റെ ഫോം വെച്ച് മാത്രം നോക്കുവാണെങ്കിൽ ഐ വിൽ ആക്ച്വലി ഗോ ഫോർ റിക്കോ ലൂയിസ്. കാരണം വോക്കർ അധികം ഞാൻ പെർഫോമൻസ് ബേസിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ബെൻ വൈറ്റിന്റെ ഇപ്രാവശ്യത്തെ ഒരു സ്റ്റാർട്ട് ഹാസ് നോട്ട് ബീൻ അപ് ടു ദ മാർക്ക്. നമ്മൾ ബെൻ വൈറ്റിനെ കണ്ടെടുത്തോളം ഒരു ആ ഒരു പെർഫോമൻസ് ലെവലിലോട്ട് എത്തിയിട്ടില്ല ഇതുവരെ. സോ ദാറ്റ് ഡസ് നോട്ട് മീൻ ഹീസ് എത്താൻ ചാൻസ് എന്തായാലും വരും. ടുവേർഡ്സ് നെക്സ്റ്റ് കപ്പിൾ ഓഫ് മാച്ചസ് ഹീൽ ബാക്ക് ടു ഹിസ് ഫോം. ബട്ട് ആസ് പെർ ദ കറന്റ് ഫോം ഐ വിൽ ഗോ വിത്ത് റിക്കോ ലൂയിസ്. സിറ്റി ഫാൻസ് നിങ്ങൾ അഗ്രി ചെയ്യുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓഫ് കോഴ്സ് റിക്കോ ലൂയിസ് എന്താ പറയാ, വല്ലാത്തൊരു പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈക് ആസ് എ സിറ്റി ഫാൻ ആയതുകൊണ്ട് പറയല്ല, ഈസ് ഡൂയിങ് വെരി ബെസ്റ്റ്. എന്താന്ന് പറയാ, ഇങ്ങനത്തെ ഒരു ട്രാൻസിഷൻ സിറ്റി ഫാൻ ആയിട്ട് പോലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ സീസണിൽ കുറച്ചൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയായിരുന്നു. പക്ഷെ ഈ സീസണിൽ പുള്ളി അതെല്ലാം മാറ്റി വെച്ചിട്ട് എത്ര വലിയ വിങ്ങർ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര വലിയ ടാക്കിൾ ചെയ്യാനും ഞാൻ കോൺഫിഡന്റ് ആണെന്നുള്ള രീതിയിലാണ് പുള്ളി കളിക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് മെന്റാലിറ്റി. അതില് പുള്ളി തന്നെ ലൈക് എനിക്ക് ഈ സിറ്റിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരൻ, ലൈക് ഏറ്റവും ഇംപ്രസ് ചെയ്യിപ്പിച്ചത് ഇത്ര കളികളിൽ റിക്കോ ലൂയിസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഞാൻ ആക്ച്വലി വിട്ടേ പോയി റിക്കോ ലൂയിസിന്റെ കാര്യം മറന്നുപോയി. സ്റ്റാർട്ട് ചെയ്യാനപ്പം ചാൻസ് ഉണ്ട് അപ്പം ഈ സൺഡേ റിക്കോ ലൂയിസ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എന്താ പറയാ, നമുക്ക് പെപ്പിന്റെ കാര്യമില്ല, എന്താണ് പുള്ളി വിചാരിക്കുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. പുള്ളി വാക്കറിനെ ഇറക്കുവോ റിക്കോ ലൂയിസിനെ ഇറക്കുവോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി വാക്കറിനെ റിക്കോ ലൂയിസിനെ ഇറക്കിയിട്ട് റിക്കോ ലൂയിസിനെ റോഡ്രിയുടെ കൂടെ പിവോട്ട് കളിപ്പിക്കും, ഒന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാം അൺപ്രഡിക്റ്റഡ് ആണ് പുള്ളിയുടെ കാര്യം. ഞാൻ ഒരിക്കലും സിറ്റി ഫാൻ ആണെങ്കിൽ പോലും ഇവിടെയും പോയിട്ട് പ്രെഡിക്റ്റ് ലൈനപ്പ് പറയാറില്ല. കാരണം പ്ലേയേഴ്സിന് പോലും അറിയത്തില്ല പുള്ളി ആരെ ഉദ്ദേശിക്കുന്നുള്ളത്. അതാണ് കാരണം. ഞാനിപ്പോ ലിറ്ററലി പറയുകയാണെങ്കിൽ UCL മാച്ചിൽ കൊവാസിച്ച് ഇത്രയും ഫോമിൽ കളിക്കുമ്പോൾ ഓഫ് കോഴ്സ് കൊവാസിച്ചിനാണ് ഒരു 90% ആൾക്കാരും UCL പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ റിക്കോ ലൂയിസിനെയാണ് പുള്ളി ഇറക്കിയത്. അതാണ് പുള്ളിയുടെ കാര്യം, ഒന്നും പറയാൻ പറ്റത്തില്ല. ലൈക് ഐ എം നോട്ട് പ്രെഡിക്റ്റിംഗ് എനിത്തിങ്. റിക്കോ ലൂയിസ് കളിക്കാനാണ് ആഗ്രഹം, സംശയമില്ല. എനിവേ അപ്പൊ റിക്കോ ലൂയിസ് നമ്മളെ ഫാൻസ് ആർസണൽ ഫാൻസ് ആണ്, ഞങ്ങള് അഗ്രി ചെയ്യുന്നു. Let's go to center backs. Right center back ആയിട്ട് നമുക്ക് അഭിരാം ബ്രോനോട് ചോദിക്കാം. അഭിരാം ബ്രോ കേൾക്കാമോ? ചോദിച്ചോളൂ. റൈറ്റ് സെന്റർ ബാക്ക് കമ്പൈൻ 11 ബ്രോയുടെ അഭിപ്രായത്തില് റൈറ്റ് സെന്റർ ബാക്ക് സലീബയാണ്. സലീബ ഇസ് വൺ ഓഫ് ദ ടോപ്പ് ഡിഫൻഡർ. വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. ലൈക്ക് ഡിയാസ്
അവരൊക്കെ ഇവൻ റൂബൻ ഡിയാസ് ഒക്കെ ഉള്ളപ്പം ഇപ്പൊ സലീബ ആയിട്ട് ഡിയാസ് വളരെ ക്ലോസ് ആയ ഒരു ഡിഫൻഡർ ആണ്, അത് വളരെ നല്ലൊരു ഡിഫൻഡർ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് റീസെന്റ് പെർഫോമൻസും യൂറോയിലാണെങ്കിലും എന്തുകൊണ്ടും 2 ഇയർ ആയിട്ട് സലീബ ഈസ് അറ്റ് ഇറ്റ്സ് പീക്ക്. വൺ ഓഫ് ദ മറ്റേ വേൾഡ്സ് ബെസ്റ്റ് ഡിഫൻഡർ എന്നുള്ളൊരു മാർക്ക് സലീബ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സലീബ തന്നെയാണ് തോന്നുന്നു. ഇവൻ നമ്മളും അഗ്രി ചെയ്യുന്നു, അതിൽ യാതൊരു സംശയമില്ല. ലെഫ്റ്റ് സെന്റർ ബാക്ക് ബ്രോ, ദീപക് ബ്രോ ലെഫ്റ്റ് സെന്റർ ബാക്ക് അറിയാലോ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൺസിഡറിങ് സിറ്റിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ലൈനിന്റെ ഒരു വൾണറബിലിറ്റിയും എല്ലാം പ്രതീക്ഷ ചെയ്യുമ്പം ഐ വുഡ് സേ ഗബ്രിയേൽ, ബിക്കോസ് നമ്പർ ഓഫ് ക്ലീൻ ഷീറ്റ്സ് നമ്മുടെ ടീമിന് കിട്ടിയത്. വി ഹാവ് ഓൺലി കൺസിഡർഡ് 1 goal ഫോർ ദ എൻറ്റയർ സീസൺ നൗ. ഒരു ഗോള് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് ആ റെഡ് കാർഡ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ ഗോളും കൺസിഡർ ചെയ്തത് ഞാൻ പറയുള്ളൂ. സോ ഹാവിങ് സലീബ ആൻഡ് ഗബ്രിയേൽ പാർട്ട്ണർഷിപ്പ് അറ്റ് ദ ബാക്ക്, ദാറ്റ് വുഡ് ബി മൈ ലൈക്ക് കണ്ണടച്ച് വെച്ചാലും ഐ വുഡ് ചൂസ് ദാറ്റ് കൺസിഡറിങ് ഈ ഗെയിമിൽ നോക്കുമ്പം. സോ ലൈക്ക് എനിവൺ ഹാസ് എനി അതർ ഒപ്പീനിയൻ? സിറ്റി ഫാൻസ് ഗൈസ്, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എനി ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഓൺ ഈ ലെഫ്റ്റ് സെന്റർ ബാക്ക്. നവീൻ ബ്രോ എന്തെങ്കിലും പറയുന്നുണ്ടോ? നവീൻ ബ്രോ പറയുന്ന കേട്ടോ ചെറിയൊരു വിയോജിപ്പുണ്ട്. അത് ചിലപ്പോൾ സിറ്റി ഫാൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഐ വിൽ സജസ്റ്റ് ഡയസ്. കാരണം റൂബൻ ഡയസ് എത്ര ഫോം ഔട്ട് ആണെങ്കിലും അല്ലെങ്കിൽ പുള്ളി അത്രത്തോളം ഗെയിമിലേക്ക് വരുന്നില്ലെങ്കിലും പുള്ളി ഉണ്ടാകുമ്പോൾ ടീമിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പുള്ളി ഡിഫൻസീവ് ലൈനപ്പിൽ കളിക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ലൈക്ക് പുള്ളി എന്താ പറയാ, ഞാൻ എത്ര ഫോം ഔട്ട് ആണെങ്കിലും പുള്ളി ടീമിൽ വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഇപ്പൊ റീസെന്റ് പെർഫോമൻസ് കുറച്ച് ഗബ്രിയലിനായിട്ട് നോക്കുമ്പോ അല്ലെങ്കിൽ ഗബ്രിയൽ സാലിബ കോംബോ ആയിട്ട് നോക്കുമ്പോ ഡയസിന് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട്, ഡിഫൻസീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല സിറ്റിക്ക്. ഐ എം ആക്സെപ്റ്റിംഗ് ദാറ്റ്. പക്ഷെ എന്നാലും ആസ് എ ലീഡർ അല്ലെങ്കിൽ ആസ് എ ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ് റൂബൻ ഡയസ്. അങ്ങനെ നോക്കുമ്പോൾ റൂബൻ ഡയസിനെ ഐ വിൽ ടേക്ക് അറ്റ് എനി ടൈം. അത് സംശയമില്ല. ലൈക്ക് ഐ ലൈക്ക് ഹിം ആസ് എ പ്ലെയർ എ ലോട്ട്. അതുകൊണ്ടാണ് ആ സിറ്റുവേഷൻ എനിക്കറിയാം. ബട്ട് കൺസിഡറിങ് ഈ പ്രീമിയർ ലീഗിൽ ഈ സീസണിലെ 4 റിസൾട്ട്സ് വെച്ചിട്ടാണ് ഞാൻ മെയിൻലി സലീബ ആൻഡ് ഗബ്രിയേൽ ലിറ്ററലി നമ്മളിപ്പം ഈ ഒരു കമ്പൈൻഡ് 11 ചൂസ് ചെയ്തത്. സോ ആ ഒരു ബേസിസിലാണ് ഞാൻ ഗബ്രിയേലും സലീബയും പറഞ്ഞത്. റൂബൻ ഡയാസിനെ നമുക്ക് അറിയാം. ബട്ട് ടു ബി ഫെയർ കറന്റ് ഫോം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ദ ക്ലീൻ ഷീറ്റ്സ് നമ്മൾ നോക്കുമ്പം ഐ വുഡ് സേ അൾട്ടിമേറ്റ്ലി ഗബ്രിയേൽ ആയിരിക്കണം എന്നാണ് എന്റെ ചോയ്സ്. സോ അതെ, അല്ല ഞാൻ ബ്രോ പറഞ്ഞ പോയിന്റിനെ അങ്ങനെ നിരാകരിച്ച് കളഞ്ഞതല്ല. പക്ഷെ എന്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞു തന്നെ, ഇതുകൊണ്ടാണ് ഞാൻ പരിഗണിക്കുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഓഫ് കോഴ്സ് സിറ്റിയുടെ ഡിഫൻസീവ് റിസൾട്ട് നോക്കുമ്പോൾ ഗബ്രിയേൽ സാലിബയ്ക്ക് കൂടുതൽ ക്ലീൻ ഷീറ്റ് ഉണ്ട്, നന്നായിട്ട് ഡിഫൻസീവ് ലൈനപ്പ് അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ ഒരു സജഷൻ മാത്രം, അതേ ഉള്ളൂ. മനസ്സിലായി. അല്ല, അപ്പൊ അത് ഒരു ഒപ്പീനിയൻ ആണല്ലോ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, എനിവേ ഐ തിങ്ക് ഈ റീസെന്റ് പെർഫോമൻസസ് വെച്ചിട്ടും ഇപ്പം കഴിഞ്ഞ സ്പേഴ്സിന്റെ കൂടെ ഒക്കെയുള്ള മാച്ചിലൊക്കെ ഗബ്രിയേൽ വാസ് വേറെ ലെവലായിരുന്നു. ഡിഫെൻസീവ്ലിയും ഒഫെൻസീവ്ലിയും പുള്ളി നമുക്കൊരു ഗോളും ആ കളി ജയിക്കാനും ഗബ്രിയേലിന്റെ ഒരു വലിയ ഫാക്ടറായിരുന്നു. അതിനകത്ത് നമുക്ക് ആ ഒരു കാര്യത്തില് നമ്മൾ അഗ്രി ടു ഡിസഗ്രി എന്ന് പറയാൻ പറ്റുള്ളൂ. യെസ്, സോ ഗബ്രിയേൽ സലീബ സെന്റർ ബാക്ക് പെയറിംഗ് ക്രൂഷ്യൽ പൊസിഷൻ ആണ് ഇത്. ഇവിടെ ചിലപ്പം നല്ല ഡിസഗ്രിമെന്റ് വന്നേക്കാം. ലെഫ്റ്റ് ബാക്ക് ആർസണലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ടിമ്മർ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആയിരുന്നു. ഞാൻ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് നിങ്ങൾക്ക് ഗ്വാഡിയോളാണോ അതോ ആക്കിയാണോ ഇപ്പം നിങ്ങളുടെ ലെഫ്റ്റ് ബാക്ക്? ഗവാഡിയോളാണ് ഇപ്പൊ ലെഫ്റ്റ് ബാക്ക്. ഹാക്കി ഇഞ്ചേർഡ് ആണ്, കഴിഞ്ഞ യൂറോയിൽ ഇഞ്ചേർഡ് ആണ്. പിന്നെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഗവാഡിയോളാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓഫ് കോഴ്സ് ഗവാഡിയോള, സംശയമില്ല. ഈസ് ഡൂയിങ് വെരി ബെസ്റ്റ്, അത് സംശയമില്ല. കാരണം പുള്ളി ആ റോളില് നന്നായിട്ട് എല്ലാ ദിവസവും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഇന്റർമാച്ചിനെതിരെ പുള്ളിയായിരുന്നു പിച്ചിലെ ഏറ്റവും നല്ല പ്ലെയർ. പുള്ളി ഡേ ബൈ ഡേ പുള്ളി ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ആ പൊസിഷനിൽ നല്ലോണം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഒപ്പീനിയൻ വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടോ സഞ്ജയ് ബ്രോ?
അതെ. സോ ഇപ്പോ അരുൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ഈ ഒരു പൊസിഷനിൽ ലോട്ട് ഓഫ് ഡിസഗ്രിമെന്റ്സ് ഉണ്ട്. ടിംബർ ഓഫ് കോഴ്സ് എനിക്ക് ടിംബർ ആഗ്രഹമുണ്ട് പറയാൻ, ബിക്കോസ് ഓൺ കറന്റ് ഫോം ഇഞ്ചുറി കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ഹീസ് ആക്ച്വലി പ്ലേയിങ് വെരി ഗുഡ്. ബട്ട് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ഐ ആക്ച്വലി പ്രിഫർ ഗോഡിയോൾ. കാരണം ഹീസ് ബിറ്റ് മോർ എക്സ്പീരിയൻസ് ഇൻ ദ ലീഗ് ആൻഡ് ഒരു പെർഫോമൻസ് ഡൗൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹീസ് സ്റ്റിൽ മെയിൻറ്റെയിനിങ് ദ ഫോം ഫ്രം ദ പ്രീവിയസ് സീസൺ. സോ അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഐ വുഡ് ഓൾസോ പ്രിഫർ ഗോഡിയോൾ അറ്റ് ദിസ് സ്റ്റേജ്. ദീപക് ബ്രോ ഇത് ഫോർമേഷൻ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഫോർമേഷൻ മാറ്റാം. ഓക്കെ, കാരണം നമ്മുടെ രണ്ട് ടീമിന്റെ സിമിലർ ഫോർമേഷൻ ആയിരിക്കും. ഞാൻ ഫോർമേഷൻ എല്ലാം നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോർമേഷൻ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, കാരണം ഞാനിപ്പോ നെക്സ്റ്റ് ഇപ്പം ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നമുക്ക് ഗോഡിയോള തന്നെ ഫിക്സ് ചെയ്യാം. ആസ്മി ബയസ് എടുക്കുമ്പോൾ നമുക്ക് ടിംബർ എന്ന് പറയാം. അതെ, എനിക്കും ആ ബയസ് ഉണ്ട്. ബട്ട് നമ്മൾ ലോജിക്കലി ഇന്റലക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ഗോഡിയോളാണ് പറയാൻ പറ്റുള്ളൂ. അതാണ്. അല്ല, ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഇപ്പൊ എനിക്ക് ഇതിൽ എല്ലാ സിറ്റി പ്ലേയേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്കത് പറ്റില്ല. നമ്മള് ക്രിസ്ത്യന്റെ ഫോം വെച്ചിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണല്ലോ നോക്കണത്. ഓഫ്കോഴ്സ് ബയാസ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡയാസിന് ഇടാന്ന് പറയാൻ എന്റെ ബയാസ് അത് പറയരുത്. പക്ഷെ ആസ് ഓഫ് ഫോം നോക്കുമ്പോൾ നമുക്ക് അതിന് വേറെ ഒന്നും പറയാനില്ല. കാരണം നമുക്ക് പറയാം ടിംബറിന്റെ കാര്യം നമുക്കറിയാം. പക്ഷെ ടിംബർ ഇപ്പൊ 3-4 മാച്ച് ആയുള്ളൂ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പിന്നെ ഓക്കെ ഗോഡിയോൾ. കാരണം കഴിഞ്ഞ സീസണൊക്കെ ഗോഡിയോൾ വേറെ ലെവലായിരുന്നു. ഈ സീസൺ ഞാൻ അധികം മാച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കമന്റ് ചെയ്യാൻ പറ്റില്ല. മൂവിങ് ഓൺ ടു നമ്പർ 6 പൊസിഷനില് സിറ്റിക്ക് റോഡ്രി, നമുക്ക് പാർട്ടേ ജോർജിന്. അപ്പൊ അവിടെ ഒരു വലിയ തർക്കത്തിന് ഇത് വരുന്നില്ല. കാരണം ഞങ്ങൾക്കുള്ള സജഷൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്കുള്ള സജഷൻ പിന്നെ പറയേണ്ട കാര്യമില്ല. അതെ, റോഡ്രി ഇല്ലാണ്ട് എനിക്ക് ഒരു ദിവസം KDB ഇല്ലാണ്ട് കളിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ റോഡ്രി ഇല്ലാതെ കളിക്കുമ്പോൾ ഭയങ്കര പേടിയായി ഇപ്പോഴും, പ്രത്യേകിച്ച് മിക്സ് മാച്ചസ് അല്ലേ. അതാണ് പുള്ളിയുടെ റോള്. അത് പുള്ളി ഇല്ലാതെ പറ്റത്തില്ല. അതിനകത്ത് വേറെ തർക്കം ഇവൻ ഞങ്ങളുടെ സൈഡിൽ നിന്നും വരാൻ ഒരു സാധ്യതയില്ല. സോ യെസ്, കമ്പൈൻഡ് ഇലവന്റെ ഇടയിൽ ചോദിക്കുന്നു. ഹലോ ആസ്ലം സാർ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ കമ്പൈൻഡ് ഇലവന്റെ ഇടയിൽ ചോദിക്കുന്നത് ഞാൻ തുടക്കത്തിലേ ചോദിക്കുന്നത് വിചാരിച്ചാണ്. ഈ പാർട്ടിയുടെ പെർഫോമൻസ് നിങ്ങൾ ഹാപ്പിയാണ് ഇന്നത്തെ മാച്ചിലൊക്കെ? പാർട്ടി എന്താണ് ഫിനിഷിംഗ് സീസൺ, എന്താണ് പ്രീമിയർ ലീഗ് കരിയറിന്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നതായിട്ട് റീസെന്റ് മാച്ചസ് ഒക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. ഹാപ്പിയാണോ പാർട്ടിയുടെ പെർഫോമൻസിൽ? കഴിഞ്ഞ സീസൺ എന്തുകൊണ്ട് പാർട്ടി ഭയങ്കര ഫിസിക്കലി അത്ര ടോപ്പ് അല്ല. പുള്ളിയുടെ ടച്ചസും കാര്യങ്ങളൊന്നും അത്ര ടോപ്പ് അല്ല. അപ്പം ഹാപ്പി ആണോന്ന് വെച്ചാൽ ഹാപ്പി അല്ല. പക്ഷെ ആസഫിനാണ് നമുക്ക് പുള്ളിയെ കൊണ്ട് തന്നെ റൺ ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയാണ്. മിക്കൽ മറീനോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡെക്ലൻ റൈസ് നമ്പർ 6 പൊസിഷൻ എടുക്കും എന്നുള്ള ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പം പാർട്ടി അപ്പം ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ പുള്ളി ഈ സീസൺ ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് പോകാനാണ് ഞാൻ ചാൻസസ് കൂടുതൽ കാണുന്നത്. ഡെഫിനറ്റ്ലി ഹാപ്പി അല്ല പാർട്ടിയുടെ, കാരണം പാർട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വേറെ ലെവൽ പെർഫോമൻസ് ആണ്. കാരണം എനിക്കൊക്കെ സിറ്റി ആയിട്ടൊക്കെ ഇതിന് 2 വർഷം 3 വർഷം മുമ്പൊക്കെ പാർട്ടിയായിരുന്നു ചില സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് കളിച്ച ഒരു പ്ലെയർ ആയിരുന്നു. ആ കളി നമുക്ക് ജയിക്കാൻ പറ്റിയില്ല, പക്ഷെ സ്റ്റിൽ പാർട്ടി നമുക്ക് ടോപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പം അത്രയും അത്രയ്ക്ക് അത്ര ടോപ്പ് അല്ല. പുള്ളി നല്ല രീതിക്ക് ഡ്രെയിൻഡ് ആയി. സോ നോട്ട് ഹാപ്പി. അപ്പൊ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. നമ്പർ 8 മൂവ് ചെയ്താലോ? LCM പൊസിഷൻ ആണല്ലോ നമുക്കിപ്പം. LCM പൊസിഷൻ ഡെക്ലൻ റൈസ് ആണ് നമ്മളെ ലെഫ്റ്റ് 8 എന്ന് പറഞ്ഞത്. സിറ്റിയുടെ വരുമ്പോ അത് ഡിബ്രോയിൻ ആണ്. നിങ്ങളുടെ ലെഫ്റ്റ് 8 ആരാണ് കളിക്കുന്നത്? സോ നമ്മളിപ്പോ അവൈലബിൾ പ്ലേയേഴ്സ് മാത്രം നോക്കിയാൽ മതിയോ അതോ ഓവറോൾ നോക്കണം? അവൈലബിൾ. സഞ്ജയ് ബ്രോ എന്തെങ്കിലും ഒപ്പീനിയൻ പറയും? ഇപ്പോഴത്തെ
അവൈലബിൾ വെച്ച് നോക്കുമ്പോൾ സോ അതാണ് ഇപ്പോ ലോട്ട്സ് ഓഫ് ചോയ്സസ് ഉണ്ട്. കാരണം മിഡ്ഫീൽഡില് രണ്ട് ടീംസിന്റെയും സ്ട്രോങ് പോയിന്റ്സ് ആണ് മിഡ്ഫീൽഡ്. അതാണ്. സോ ഇപ്പോഴത്തെ ഒരു നോക്കുമ്പോൾ ഇറ്റ്സ് എനിക്ക് രണ്ട് പ്ലേയേഴ്സിലാണ് കൺഫ്യൂഷൻ ഉള്ളത്. ബെർണാഡോ ഓർ റൈസിലുള്ള കൺഫ്യൂഷൻ ആണ് എനിക്ക് ഉള്ളത്. സോ എന്റെ ബയസ് എന്റെ ബയസിൽ കയറി വരുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ബട്ട് കൺസിഡറിങ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഐ വിൽ പ്രിഫർ ബെർണാഡോ അറ്റ് ദ ടൈം ഫോർ ദ ടൈം ബീങ്. അഭിരാം, വിപിൻ, നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ ആരാണ് നിങ്ങൾ LCM, റൈസ് ഓർ ബെർണാഡോ? ടഫാണ്, ബട്ട് ബെർണാഡോ ഡെഫിനറ്റ്ലി. ഓൺ ദ ബോളിന്റെ അബിലിറ്റിയുടെ ഒരു ഡിഫറൻസ് അതിനകത്തുണ്ട്. റൈസ് ഈസ് വെരി ഗുഡ് ഓഫ് ദ ബോൾ എല്ലാം പുള്ളി പെർഫെക്റ്റ് ആണ്. പക്ഷെ ഓൺ ദ ബോൾ സ്പേസ് ഉണ്ടെങ്കിൽ റൈസ് നല്ലതാണ്, പക്ഷെ സ്പേസ് ഇല്ലെങ്കിൽ പുള്ളിയുടെ അറിയത്തില്ല. ബെർണാഡോ ടൈറ്റ് സ്പേസിലാണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഒരു സിറ്റി ഫാൻ എന്ന നിലയ്ക്ക് പുള്ളി ഏതൊക്കെ ലെവലിൽ കളിക്കുമെന്ന് നമുക്കറിയാവുന്ന, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാവുന്നതാണ്. സോ വി പ്രിഫർ ബെർണാഡോ. സിറ്റുവേഷൻ വരുമ്പം ലൈക്ക് സേ നമ്പർ 8 ആയിട്ട് കളിക്കുമ്പോൾ അത്രയും ഇല്ലെങ്കിലും റൈസിന്റെ ഒരു ഇമ്പാക്ട് ആ ഗെയിമിൽ ലൈക്ക് കൺസിഡറിങ് നമ്മുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അറ്റാക്കിംഗ് വൈസ് നോക്കുമ്പോൾ ബെർണാഡോ ആണ്. പക്ഷെ ഡിഫെൻസീവ് പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് സേ റൈസ്. ബട്ട് കറന്റ് സിറ്റുവേഷനിലെ കറന്റ് റൈസിന്റെ ഫോമും എല്ലാം നോക്കുമ്പോഴത്തേക്കും ശരിയാണ്. ഞാൻ യോജിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. കാര്യം റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തന്നെയാണ്. കാര്യം ഓഫ് ദ ബോളും ഈവൻ ഓൺ ദ ബോൾ പോലും പുള്ളി ഡെലിവറീസ് ഒന്നും മോശമൊന്നും അല്ല. ബട്ട് ഗെയിമിന്റെ ഓവറോൾ ഇമ്പോർട്ടൻസ് വെച്ചിട്ട്, ഗെയിമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അല്ല, കൺസിഡറിങ് അത് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഫാൻസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വന്നാലും റൈസിന്റെ ഒരു ഇത് വരും. പക്ഷെ ആ ഒരു 4 ഗെയിംസിൽ നോക്കിക്കഴിഞ്ഞാൽ റൈസിന്റെ ഇമ്പാക്ട് ആസ് എ നമ്പർ 8 കഴിഞ്ഞ സീസണിൽ നമ്പർ 6 കളിച്ചതിന്റെ ആ ഇമ്പാക്ട് കിട്ടിയിട്ടില്ല ഇപ്പോഴും റൈസിന്റെ. വി ആർ എക്സ്പെക്ടിങ് മോർ ഫ്രം റൈസ് ആ ഒരു പൊസിഷനിൽ. മേ ബി ജെല്ലാവുന്ന പുള്ളിക്ക് ഇനിയും കുറച്ച് നാളുകളിൽ പുള്ളി ആ ഒരു പൊസിഷനിൽ, പുള്ളി ഇപ്പോഴും നമ്പർ 6 ആയിട്ട് കളിക്കുന്നില്ലല്ലോ. പുള്ളിനെ ഒരു 8 ആയിട്ട് തന്നെയാണ് അർട്ടേറ്റ ഉപയോഗിക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈംസ്. പാർട്ട് തന്നെയാണ് ഇപ്പോഴും 6 ആയിട്ട് കളിക്കുന്നത്. ആ ഒരു 6-ലോട്ട് റൈസിനെ ഒരിക്കൽ പോലും റൈസ് ബിൽഡപ്പിൽ കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി എപ്പോഴും ഒന്നെങ്കിൽ വിങ്ങിലോട്ട് പോകും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ട് പോവാണ് ചെയ്യുന്നത്. പാർട്ടി അല്ലെങ്കിൽ ജോർജിനോ ആണ് ബിൽഡപ്പിൽ ഹെൽപ്പ് ചെയ്യാറ്. ഈവൻ സിഞ്ചങ്കോ വരെ ബിൽഡപ്പിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. റൈസിനെ എപ്പോഴും ഒരു ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വിത്ത് അല്ലെങ്കിൽ ടച്ച് ലൈനിൽ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് പുള്ളി മൂവ് ചെയ്ത് കൊണ്ടുപോവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. റൈസിനെ വളരെ റെയർ ആയിട്ട് ആ ഒരു നമ്പർ 6 എന്ന് പറയുമ്പോൾ പൊതുവെ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ റോഡ്രി ആണേലും ഈവൻ ജോർജിനോ പാർട്ടി ആണെങ്കിലും ചെയ്യുന്ന അതാണല്ലോ, ബാക്ക് ഓഫ് ദ ഡിഫൻസിൽ നിന്ന് ബോൾ എടുത്ത് അത് മുമ്പോട്ട് കൊണ്ടുപോവുക. ആ ഒരു കാര്യം റൈസ് പുള്ളിക്ക് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഈവൻ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടാണേലും ഈവൻ ആർസനലിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും പുള്ളി അത് ചെയ്ത് കണ്ടിട്ടില്ല. മോസ്റ്റ് ഓഫ് ദ മാനേജേഴ്സ് വിൽ പ്രിഫർ ഹിം അപ്പ് ദ ഫീൽഡ്. കുറച്ചുകൂടി അത് പുള്ളിയുടെ പ്ലേ സ്റ്റൈല് അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളി അതുമായിട്ടാണ് കൂടുതലും ഓക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ. റൈസ് നല്ലോണം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ, ബോൾ കൊണ്ട് നല്ലപോലെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ തന്നെയാണ്. പുള്ളിയുടെ കോർണേഴ്സ് ഒക്കെ വളരെ കില്ലാണ്. അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയായിരുന്നു പുള്ളി ഇത്രയും കിടലിനായിട്ടൊക്കെ കോർണർ എടുക്കുമെന്നുള്ളത്. അല്ല, ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് ആഡ് ചെയ്യാം. സോ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ എത്ര ഡിസ്കസ് ചെയ്യും റൈസ് ക്യാൻ പ്ലേ ആസ് എ നമ്പർ 8. പക്ഷേ റൈസ് ആക്ച്വലി ആ നമ്പർ 6 റോൾ ഹി വാസ് ആക്ച്വലി പ്ലേയിങ് വെരി ഗുഡ്. എന്തുകൊണ്ടാണ് ഈ ആക്ച്വലി മൂവ് ടു നമ്പർ 8 വാസ് ദാറ്റ് ഓക്കെ, അവിടെ ഒരു ഇംബാലൻസോ അല്ലെങ്കിൽ ഒരു കോയിഷൻ വരുന്നുണ്ടായിരുന്നില്ല. ഐഡിയലി ആർട്ടേറ്റ പ്രിഫർ ചെയ്തത് ഹാവേർട്സ് മറ്റേ ഷാക്കർ റോളിലോട്ട് കയറി വരുന്നതാണ്. ബട്ട് ദാറ്റ് എക്സ്പെരിമെന്റ് ഡിഡ് നോട്ട് വർക്ക് as per the desired result, as per the desire. So adu angane vannapol okay, there was an option to move Rice into that position. For Rice shirika position he has proven that he can play in that role. So it does not mean that but ideally first choice നോക്കുവാണെങ്കിൽ he should be playing the number 6 role. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാരണം കൊണ്ടാണ് he's actually only playing the number 8. അപ്പൊ ആ രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത മിഡ്ഫീൽഡിലോട്ട് പോവാം. അടുത്ത മിഡ്ഫീൽഡ് പ്ലെയർ നമുക്ക് വേണം. ഇപ്പം സിറ്റിക്ക് ഡിബ്രോയിനയുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഉറപ്പില്ല. അപ്പം
ഡിബ്രോയിനെ എങ്ങനെയാണ് ഇൻവോൾവ് ഇതിൽ ഈ കമ്പൈൻ ലെവലിൽ ഇൻവോൾവ് ചെയ്യാൻ? കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല പുള്ളിയുടെ കാര്യം. അല്ല, എന്റെ ഒരു അഭിപ്രായത്തില് ഡിബ്രോയിനെ പരിഗണിക്കണ്ടെന്നാണ്. കാരണം പുള്ളി കളിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കളിക്കണം തന്നെയാണ് ആഗ്രഹം, ലൈക്ക് 100%, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. പക്ഷെ അറിയില്ല കളിക്കുമെന്നുള്ളത്. ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റഡ്, അതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത്രയും മിഡ്ഫീൽഡിൽ കളിക്കാനില്ല. ചെയ്യണ്ടെന്നുള്ളത് അതൊരു ഫാക്റ്റാണ്. വിഷമത്തോടുകൂടിയാണെങ്കിലും പറയാം പറ്റത്തില്ല, അല്ലെങ്കിൽ പരിഗണിക്കണ്ട എന്നുള്ളത്. ആ പൊസിഷനിലോട്ട് നമുക്ക് ഇപ്പം റൈസിന്റെ അങ്ങനെ നമുക്കിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ റൈസും കമ്പൈൻഡ് ലെവലിൽ വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ റോഡ്രി, റൈസും പിന്നെ ബെർണാഡോ നമ്പർ ഇതായിട്ട് കളിച്ചാ പോരെ. ഇതൊരു അപാര 4-4-2 ആണല്ലോ. അല്ല, ഇത് 4-4-2 അല്ല. ഞാനൊരു സജഷൻ പറയാം. ഫോർമേഷൻ വിഷയാവും. ഇത് അതാണ് പ്രശ്നം. ഞാനൊരു സജഷൻ പറയാം. ഫോർമേഷൻ മാറ്റാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം ഇതില്. അരുൺ, ഞാനൊരു സജഷൻ പറയാം. കേൾക്കുന്നുണ്ടോ? ഞാൻ പ്രിഫർ ചെയ്യണത് ഹാവേർട്സിനായിരിക്കും. കാരണം ഈ സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഹാവേർട്സ് ഈ ടീമിൽ ഇല്ലെങ്കിൽ ഒരു ഇൻജസ്റ്റിസ് ആയിട്ട് അത് പോകുമോ എന്ന് എനിക്കൊരു വ്യൂ ഉണ്ട്. പക്ഷെ അപ്പോഴൊരു കാര്യമുണ്ട്, ഹവേർട്സ് ഒരു 8 ആയിട്ടോ 10 ആയിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ 10 ആയിട്ട് പറയാം. പക്ഷെ പുള്ളി നമ്പർ 9 ആയിട്ട് തന്നെയാണ് സീസൺ കളിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പൊസിഷനാണ് നോക്കുകയാണെങ്കിൽ. പക്ഷെ സിറ്റി ഞങ്ങളുടെ എന്ന് പറയാനാണെങ്കിൽ ഗുണ്ടോ കളിക്കോ ഇല്ലോന്ന് അറിയത്തില്ല. സോ ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വേറെ ഒന്നും പറയാനില്ല. പക്ഷെ ഹവേർട്സ് ആ ഒരു 8 ആയിട്ട് പുള്ളി കളിക്കും. പക്ഷെ എന്തേലും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. പുള്ളി കുറച്ചുകൂടെ ബെറ്റർ അപ്പ് ദ ഫീൽഡാണ്. പുള്ളിക്ക് ഏരിയയിലൊക്കെ നല്ല പ്ലെയർ ആണ്. ഇപ്പൊ ഒരു നമ്പർ 9 പോലെയൊക്കെ പുള്ളി ആവുന്നുണ്ട്. നമ്പർ 9 എന്തായാലും അറിയാം, നമ്മൾ ആരും സെലക്ട് ചെയ്യുന്നത് എല്ലാവർക്കും അതൊരു മെഷീനാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ. നമ്മൾ റോഡ്രിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്നും പറയാനില്ല. കാരണം പുള്ളി ഈ സീസണില് ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാലൻഡിനെ സംബന്ധിച്ച് ഞാൻ ഹാലൻഡിൽ ഭയങ്കര ഹാപ്പിയാണ് ഈ സീസൺ. കഴിഞ്ഞ സീസണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താലും സീസൺ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പുള്ളി പല കാര്യത്തിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പല കാര്യത്തില് ലൈക്ക് അത് വളരെയധികം ടീമിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. വെറുതെ ഗോൾ സ്കോറിങ് മാത്രമല്ല, ലൈക്ക് പലപ്പോഴും ഫസ്റ്റ് ടച്ചസ് ആണെങ്കിലും പുള്ളി ബോൾ പ്രൊവൈഡ് ചെയ്യാൻ വരെ നോക്കുന്നുണ്ട്. നല്ല എന്താണ് അടിപൊളിയായിട്ട് ബോൾ പ്രൊവൈഡ് ചെയ്യാൻ വരെ കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് ആള് കൂടുതൽ ഇൻവോൾവ് ആവാൻ നോക്കുന്നുണ്ട് ഗെയിമില്. ലൈക്ക് ഹി ഈസ് ലൈക്ക് ഗോയിങ് ടു ലൈക്ക് എന്താ പറയാ, ഒന്നും പറയാനില്ല എന്തായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നുള്ളത്. അല്ല, എനിക്ക് ഒരു ഡൗട്ട് ചോദിച്ചത്, ഹാലൻഡിന്റെ ഇംപ്രൂവ്മെന്റ് ഈ സീസൺ നിങ്ങൾ പറയുമ്പം ഈസ് ഇറ്റ് ബിക്കോസ് കെവിൻ ഡിബ്രോയിന ബാക്ക് ടു ഫോം, കെവിൻ ഡിബ്രോയിന കളിക്കുന്നതിന്റെ ഇമ്പാക്ട് കാരണമാണോ ഹാലൻഡിന്റെ ഈ പെർഫോമൻസ് കൂടുതലായി ആയെന്ന് എനിക്കൊരു സംശയം. ബ്രോ ഗോളിന്റെ കാര്യം വെച്ചിട്ടല്ല ഞങ്ങൾ പറയുന്നത്. അതായത് പുള്ളിയുടെ ഒരു ഹോൾഡ് പ്ലേ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുള്ളിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബോള് ഏരിയയിൽ വിൻ ചെയ്തിട്ടും പുള്ളിയുടെ ഫസ്റ്റ് പാസ് എപ്പോഴും വേവേഡ് ആയിരിക്കും, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ടേൺ പുള്ളി പെട്ടെന്ന് ആയിരിക്കില്ല. അല്ലെങ്കിൽ പുള്ളി ചില സമയത്ത് പ്രസ് ചെയ്യില്ലായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വലിയ അടി ഉണ്ടായിട്ടുണ്ട് ഹാലൻഡിന്റെ പേരിൽ തന്നെ. അപ്പോ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുന്നതാണ് ഈ കാര്യം. ഗോൾസ് ഡെഫിനറ്റ്ലി അത് പുള്ളി അടിക്കും. അതായത് കഴിഞ്ഞ പുള്ളി എഡേഴ്സിന് ഒരു ബോളിൽ ഓവർ ഡ്രോപ്പ് എടുത്താലും പുള്ളി അടിക്കും, അതല്ല. പക്ഷെ പുള്ളിയുടെ അല്ലാതെയുള്ള ഹോൾഡ് പ്ലേ, ലിങ്ക് പ്ലേ ഒക്കെ കുറെ കൂടിയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പുള്ളി ഇനിയും ഇമ്പ്രൂവ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലെയർ ആണ്. ആ ഒരു കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഗോൾസ് അല്ലെങ്കിൽ ഗോൾസ് ശരിക്കും അതെ, KDB ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഇൻപുട്ട് കൂടും. കാര്യം അങ്ങനെ ഒരു ക്രിയേറ്റീവ് പ്ലെയർ ഉണ്ടെങ്കിൽ ഏത് ടീമിനും അങ്ങനെ തന്നെയാണ്. ഈവൻ സ്ട്രൈക്കർ ലൈക്ക് ഹാലൻഡ് ത്രൈവ്സ് ഓൺ സച്ച് കൈൻഡ് ഓഫ് പ്ലേയേഴ്സ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അല്ലാതെ പുള്ളിയുടെ ഹോൾഡ് പ്ലേയും ടീം പ്ലേയും ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആൻഡ് വർക്ക് റേറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയും. കാര്യം ബ്രെൻഫോണിനെതിരെ പോലും പുള്ളിയുടെ വർക്ക് റേറ്റ് ഒക്കെ നല്ലതായിരുന്നു. ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ആ ഒരു ഇമ്പ്രൂവ്മെന്റ്. ഓഫ് ദ ബോൾ കാര്യങ്ങൾ ആൻഡ് ഓൺ ദ ബോൾ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ.
അതിപ്പോ അടുത്ത കളി നോക്കാം സാലിബക്കെതിരെ എങ്ങനെയായിരിക്കും. ഇതിലിപ്പോ ബ്രോ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബ്രൂയിൻ ഫോമിലായതുകൊണ്ടാണോ ഹാലൻഡ് ഇത്രയും എന്താണ് പറയാ ഗോൾ അല്ലെങ്കിൽ ഇത്രയും ഒരു ഇൻവോൾവ്മെന്റ് വരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഓഫ് കോഴ്സ് യെസ് എന്ന് പറയേണ്ടി വരും. കാരണം ഡിബ്രൂയിന് ഏതൊരു സ്ട്രൈക്കറുടെയും ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗോൾ പോച്ചറുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡിബ്രൂയിനെ പോലത്തെ ഒരു പ്ലെയറെ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. മനസ്സിലായോ? എവിടെ ബോൾ വേണമെന്ന് വിചാരിക്കുന്നിടത്ത് ബോൾ എത്തിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ഏതൊരു സ്ട്രൈക്കറിന്റെ വിജയം. അതിൽ യാതൊരു സംശയമില്ല. അപ്പം അതൊരു ഫാക്ടറാണ്. പക്ഷെ അങ്ങനെ ഒരു ഗോൾ സ്കോറിംഗ് എന്നുള്ള നേരത്തെ വിദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്താണോ ഹാലൻഡിൽ നിന്ന് 2 സീസൺ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ദാറ്റ് ഹീസ് ഗീവിംഗ് അസ് നൗ. കാരണം പുള്ളിയുടെ ഫസ്റ്റ് ടച്ചസ് ആണെങ്കിലും പുള്ളി എന്താ പറയാ വളരെയധികം ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഒരു ബോള് കാലിൽ നിന്ന് പോകാനോ അല്ലെങ്കിൽ ഡിസ്പോസസ് ആവാനോ പുള്ളി തീരെ എന്താണ് പറയാ പുള്ളി തീരെ തയ്യാറല്ലാത്ത പോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് വേണ്ടതായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ സീസണൊക്കെ. പക്ഷെ അതെന്തായാലും മിസ്സായി. ഇപ്പൊ ഗോൾ പുള്ളി അടിക്കും. കാരണം കഴിഞ്ഞ സീസൺ പുള്ളിയുടെ ഒരു ലേശം ഫോമിൽ ഡിപ്പായിട്ടും പുള്ളി തന്നെയാണ് പ്രീമിയർ ലീഗിന്റെ ടോപ്പ് സ്കോറർ. അപ്പം പുള്ളി എന്തായാലും ഗോൾ അടിക്കുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ വി നീഡ് സംതിങ് മോർ ഫ്രം ഹിം. അതേ ഉള്ളൂ. അത് എന്താണോ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇസ് ഗീവിംഗ് അസ് നൗ. അത്രേ ഉള്ളൂ. അതൊക്കെ അത്യാഗ്രഹമാണ് ബ്രോ. അതൊക്കെ അത്യാഗ്രഹമാണ്. നിങ്ങൾ ഇത്രയധികം ആഗ്രഹിക്കരുത്. ഞങ്ങൾ കളിച്ചോണ്ടിരുന്ന വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അതാണ് ഞങ്ങൾക്ക് എല്ലാവരും വർക്ക് ചെയ്യണം, എല്ലാവരും ആ ഒരു ഫ്ലോയിൽ കളിക്കണം. എന്നാലും ഞങ്ങൾക്ക് അഭിരുചി കിട്ടും. ഞങ്ങൾക്ക് ഇങ്ങനെ ഗോൾ അടിച്ച് അതായത് ഇതിനു മുമ്പും അങ്ങനെയായിരുന്നു. അതാണ്. അപ്പൊ യൂസ്ഡ് ആയി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബ്രോ 4 വർഷം കഴിഞ്ഞാൽ ഗാർഡിയോള ഒന്നും വിടില്ലെങ്കിൽ അത് പുള്ളിയുടെ ഒരു രീതി. അല്ലെ ഞാൻ എന്താ പറയാ അത് പുള്ളിയുടെ ഒരു രീതിയാണ്. ലൈക്ക് പുള്ളി ഏറ്റവും ആദ്യം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഡൊമിനേറ്റ് ചെയ്യാൻ നോക്കുന്നത് പുള്ളിയുടെ ഡൊമസ്റ്റിക് ലീഗാണ്. അത് പുള്ളിയുടെ ഒരു രീതിയാണ്. അതിപ്പം പുള്ളി അത് പ്രീമിയർ ലീഗിൽ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് പുതിയതായിട്ട് ഗാർഡിയോള ഭാഗത്ത് ഞാൻ പുതിയൊന്നും കാണുന്നില്ല. ഇപ്പൊ ഇന്ന് പുള്ളിയോട് പ്രസ് മീറ്റിംഗിൽ ചോദിച്ചപ്പോഴും വി ആർ പ്ലേയിങ് ഫോർ 5th in a row എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഇപ്പൊ സിറ്റി ഫാൻസിന്റെ ഗ്രൂപ്പിൽ തന്നെ എന്താ പറയാ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതായത് പെപ്പ് കുറച്ചുകൂടെ UCL ഇമ്പോർട്ടന്റ് കൊടുത്തു തുടങ്ങുന്നത്. പക്ഷെ എന്ത് പറഞ്ഞ കാര്യമില്ല, പുള്ളി എപ്പോഴും ലീഗ് അതേ സേഫ് ആകാനെ നോക്കുള്ളൂ. അതായത് മെന്റാലിറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ ഹാലൻഡിന്റെ കാര്യത്തിൽ കംപ്ലൈന്റ് ചെയ്യുന്നത് കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്കൊക്കെ കരയണോ ചിരിക്കണോ എന്ന് മനസ്സിലാവില്ല. ഞങ്ങളെ ഗ്രൂപ്പിൽ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. അതായത് ഹാലൻഡിന്റെ ഓൺ ദ ബോൾ കാര്യങ്ങൾ ഭയങ്കര മോശമാണ്. കാര്യം ഞങ്ങള് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് കാര്യം. നമ്മൾ ഇത്രയും ടോപ്പിൽ നിൽക്കുന്നു എന്നൊരു ഫാക്ടർ കൊണ്ടാണത്. അതൊരു ബയാസാണ്. പെപ്പ് പോയി കഴിഞ്ഞാൽ അത് അറിയത്തുള്ളൂ. പക്ഷെ ഉള്ളപ്പോ അങ്ങനെ തോന്നും. നമ്മളിവിടെ കഴിഞ്ഞ സീസൺ 91 ഗോൾസ് അടിച്ചിട്ടും എന്തുകൊണ്ട് സ്ട്രൈക്കറെ മേടിക്കുന്നില്ല എന്നാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഹാലൻഡിനെ ഇനി ഇംപ്രൂവ് ചെയ്യിപ്പിക്കണം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, ഞങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് ഈ ഹാലൻഡിന് അവൈലബിൾ ആയിട്ട് 2 സീസൺ ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഞങ്ങൾ കളിപ്പിച്ചത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീസസിനെ വെച്ചിട്ടാണ്. നിങ്ങളുടെ ജീസസിനെ ടെർലിങ്ങിനെ വോൾസ്മൈനായിട്ടാണ് ഞങ്ങൾ കളിപ്പിച്ചിരുന്നത്. അപ്പൊ ആ കാലം ഞങ്ങളെ ഓർമ്മിപ്പിക്കരുത്. അപ്പം ആ ഒരു കഴിഞ്ഞ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കരുത്. അതാണ് പ്രശ്നം. ഇപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു അയ്യോ ഓർമ്മിപ്പിക്കല്ലേ ഈശ്വര. നമുക്ക് കംപ്ലൈന്റ് ഫിനിഷ് ചെയ്യാം. നമുക്ക് വിങ്ങറിലോട്ട് പോവാം. റൈറ്റ് വിങ് ഞങ്ങളെ സംബന്ധിച്ച് സാക്കയാണ്. ആർക്കും എതിരെ അഭിപ്രായം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് സാവിന്യേ ഉള്ളൂ. ഈ സീസണിൽ കളിച്ച എല്ലാ മാച്ചിലും സക്കയ്ക്ക് ഗോൾ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിലും ബെറ്റർ ആയ വിങ്ങർ ഞാനാണ് ഇപ്പോൾ തോന്നില്ല. റൈറ്റ് വിങ്ങില് ലെഫ്റ്റ് വിങ്ങിലോട്ടും കൂടെ പോവാം. ഫൈനൽ പ്ലെയർ ലെഫ്റ്റ് വിങ് ആണ് എനിക്കൊന്ന് അത്യാവശ്യം കുറച്ച് ഡിസ്കഷൻ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. ഭയങ്കര ടഫാണ് ആരായിരിക്കും എന്നുള്ളത്. ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഞങ്ങൾ ലെഫ്റ്റ് വിങ് ആരാ കളിക്കാൻ പോകുന്നത്. ഗ്രീലിഷ് ആയിരിക്കും തോന്നുന്നു. ഞങ്ങൾക്കറിയാം മനസ്സിൽ വരുന്നത്.
മാർട്ടിനെല്ലിയും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? ഇപ്പോഴത്തെ ഇതിൽ നോക്കുമ്പോൾ മാർട്ടിനിൽ സംസാരിക്കാൻ മാർട്ടിനലി ഈസ് എ ഗുഡ് പ്ലെയർ, അത് നോ അതെ, ഡൗട്ട് അതെ, അബൌട്ട് ഇറ്റ്. അല്ല അതെ അതാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്റ്റെർലിംഗ് എന്ന് മാൻ സിറ്റിയോട് കളിക്കുമ്പോ ബാക്കി ഫുൾ സീസൺ ഭയങ്കര മോശമാണെങ്കിലും മാൻ സിറ്റിയോട് കളിക്കുമ്പോൾ മാത്രം പീക്ക് ഫോമിലേക്ക് കയറുന്ന ഒരു പ്ലെയറാ. ആർട്ടേറ്റ അങ്ങനെ ഒരു ട്രൈയിലേക്ക് പോവോ? സത്യം. അയ്യോ ചെൽസി, ഞങ്ങൾക്കെതിരെ ചെൽസി എന്റെ ദൈവമേ അത് ഭയങ്കര കളിയായിരുന്നു. അതൊരു സത്യമാണ്. കളിയായിരുന്നു ചെൽസിക്കെതിരെ പുള്ളി ആ സീസൺ മൊത്തം ഫുള്ളി ഫ്ലോപ്പ് ആണെങ്കിലും ഞങ്ങൾക്കെതിരെ ചെൽസിക്കെതിരെ വന്നപ്പോ പുള്ളിയാണ് അതിലെ കോട്ട്. കളിയായിരുന്നു. വെള്ളം കുടിപ്പിച്ചു പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ഒന്നും ചെയ്യില്ല. ഏത് ട്രോസാഡോ മാർട്ടിനൽ ട്രോസാഡോ തന്നെ ആയിരിക്കും, ഞങ്ങൾക്ക് ഗ്രീലിഷും ആയിരിക്കും. അതിലാരേലും പിക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഫോമാൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് ട്രൊസാർഡ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ട്രൊസാർഡാണ് ഞാൻ എനിക്കിപ്പോ തോന്നുന്നത്. ബട്ട് അപ്പുറത്തെ ഡോക്കും ഗ്രീലിഷും അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിറ്റി ഫാൻസ് അങ്ങനെ വലിയ എതിർപ്പും പറയുന്നില്ല, അതുകൊണ്ട് ട്രൊസാർഡ് ആയിരിക്കും നല്ലത്. എതിർപ്പ് ഭയങ്കരമായിട്ട് പറയാനൊന്നുമില്ല. കാര്യം ട്രൊസാർഡ് പുള്ളി നല്ലതാണ്, പുള്ളി ബിഗ് മാച്ചിലൊക്കെ കളിക്കുന്ന പ്ലെയർ തന്നെയാണ്. യെസ്, അപ്പൊ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലൈനപ്പ് ആയിട്ടാണ് എനിക്ക് മൊത്തത്തിൽ തോന്നിയിട്ടുള്ളത് കണ്ടപ്പം. നമ്മുടെ ഒരു ഏകദേശം 5-6 പ്ലേയേഴ്സ്, നമ്മുടെ 5 പ്ലേയേഴ്സ് അവരുടെ ഉണ്ട്. ഇല്ല അങ്ങനെയല്ലേ? അങ്ങനെ ഒരു ബയസ് ആയിട്ട് നമ്മൾ എവിടെയും പറയില്ല, എല്ലാം ആ ഒരു പ്രോപ്പർ വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മൾ ടീം സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രോപ്പർ ആയിട്ടാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്. അതിനകത്തൊരു ബാലൻസ്ഡ് ഫോർമേഷനാണ്, രണ്ടുപേർക്കും കേടുപാടുകളില്ലാത്ത കമ്പൈൻഡ് പറയാറുണ്ട്. എനിവേ, അപ്പൊ സ്ട്രീം ഇപ്പം 52 മിനിറ്റ് കഴിഞ്ഞു. അടിപൊളി ഡിസ്കഷൻ ആയിരുന്നു. നമുക്ക് ഫൈനലി ഒരു സ്കോർ പ്രഡിക്ഷനും കൂടെ നമുക്ക് നടത്തിയിട്ട് നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഞാൻ സിറ്റി ഫാൻസ് വിപിൻ ബ്രോയിൽ നിന്ന് തന്നെ തുടങ്ങാം. വിപിൻ ബ്രോ പറയൂ, പ്രഡിക്ഷൻ എന്താണ് സൺഡേ? ഒന്നെങ്കിൽ ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ ഡ്രോ ആയിരിക്കും. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 0-0 അല്ലെങ്കിൽ 1-0. ഓക്കെ, അതിന്റെ അപ്പുറത്തോട്ടൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എത്തിഹാദിൽ ഇപ്പൊ ഒരു തോൽവി തീരെ പ്രതീക്ഷിക്കുന്നില്ല, ഇഷ്ടമല്ല. ഒരു 2-1 സ്കോറാണ് പ്രതീക്ഷിക്കുന്നത്. 2-1 സിറ്റി. യെസ്, നാരായണൻ ബ്രോ. എന്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എത്തിഹാദിനെ തോറ്റ് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡ്രോയും താല്പര്യമില്ല. കാരണം ഞങ്ങൾ ഡ്രോ ആവാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നത് ആഴ്സണല് ഈ പറയുന്ന പോലെ ഒരു ഡ്രോയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഡ്രോ ആയി പോകുന്ന രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു 2-1. അതിന് നല്ല ചാൻസ് ഉണ്ട്, വളരെ ഹൈ ചാൻസ് ഉണ്ട്. അതിന് ആവാതിരിക്കാനാണ് ചാൻസ് കുറവ്. സഞ്ജയ് ബ്രോയിലോട്ട് വരാം. സഞ്ജയ് ബ്രോ പ്രഡിക്ഷൻ പറയുമോ? ആഗ്രഹം പറയാനുള്ളത് 1-0 ടു ദി ആർസണലാണ്. ബട്ട് റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് ഒരു 1-1 ഡ്രോ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, റിയലിസ്റ്റിക്. ദീപക് ബ്രോ പറയൂ. I'll go with 1-0. 1-0 ആർസണൽ. 1-0 Arsenal. Either Havertz to score. നിന്റെ പറ. ഞാൻ പറയണോ? പറഞ്ഞോ. ഞാൻ പറഞ്ഞ ചില പേരാണ്. ഇല്ല പറഞ്ഞോ. 2-0 അല്ലല്ല, 2-1 ആണ് ഞാൻ പറയുന്നത്. 2-1 ആർസണൽ. കാരണം സം റീസൺ എനിക്ക് തോന്നുന്നു നമ്മൾ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു ഭയങ്കര റിയലിസ്റ്റിക് പ്രൊഡിക്ഷൻ അല്ല, ഞാൻ കുറച്ചുകൂടെ എന്തോ ഒരു സംതിങ് എനിക്ക് തോന്നുന്നു, ഒരു ഇൻസൈറ്റ്. എനിവേ, താങ്ക് യു ഗൈസ് ഫോർ ജോയിനിങ് ദ സ്ട്രീം. സിറ്റി ഫാൻസ്, നാരായണൻ ബ്രോ, വിപിൻ ബ്രോ, അഭിരാം ബ്രോ, എല്ലാവർക്കും വെരി മെനി താങ്ക്സ് ഫോർ ജോയിനിങ്. ചാനൽസ് ഉണ്ടോ? നിങ്ങളുടെ യൂട്യൂബ് ചാനൽസ് ഉണ്ടോ? അതോ ഒന്നുമില്ല, ഞങ്ങളിപ്പോ ആദ്യം വരുന്നതാണ്. ഓക്കെ, അല്ല പക്ഷെ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു.
ലൈക്ക് നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. തീരെ ബയാസ്ഡ് അല്ലായിരുന്നു, എല്ലാവരെയും നല്ല ഞങ്ങള് ബയാസ്ഡ് ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷെ വിചാരിച്ചാണ് ആദ്യൊരു മടി ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇറ്റ് വാസ് നൈസ് ടു ടോക്കിംഗ് ടു ഗൈസ്. നമുക്ക് ഒരു നല്ല അതുപോലെ ഫുട്ബോൾ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെ അതുപോലത്തെ ചാനൽസ് വരുന്നത്. അപ്പൊ ഇനിയും അടുത്ത ഇതുപോലെ ഡിസ്കഷൻസിൽ വരിക. നെക്സ്റ്റ് ഇനിയും എമിറേറ്റ്സിൽ വെച്ച് ഒരു പ്രീ മാച്ച് ഡിസ്കഷനിൽ ഡെഫിനറ്റ്ലി നമ്മൾ വിളിക്കാം. അപ്പൊ കാരണം ജോയിൻ ചെയ്യണം സ്ട്രീമില്. അപ്പൊ 1 hour അടിപൊളി ഡിസ്കഷൻ ഉണ്ടായിരുന്നു. താങ്ക് യു ഗൈസ് ഫോർ ജോയിനിങ്. താങ്ക് യു ദീപക് ബ്രോ, സഞ്ജയ് ആസ് യൂഷ്വൽ. പറയൂ. Okay, thank you guys, nice to meet you. Thank you. Good night. Good night everyone. Yeah, okay, bye. Sanjay bro, Deepak bro, thank you for joining again. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത പോസ്റ്റ് മാച്ച് ഡിസ്കഷൻ, മാൻ സിറ്റി ഡിസ്കഷനിൽ നമുക്ക് കാണാം. ആൻഡ് യെസ്, കം ഓൺ യു ഗണ്ണസ്.